എം അക്ബർ ജബ്ബാർ സംവാദം കഴിഞ്ഞിട്ട് ഇന്നേക്ക് 8 ദിവസമായി. ഈ 8 ദിവസത്തിനുള്ളിൽ ഇസ്ലാമിക സാംസ്കാരിക മണ്ഡലത്തിൽ ആ സംവാദം ഉണ്ടാക്കി വെച്ച മാറ്റം, സംവാദങ്ങളുടെ ഒരു പരമ്പര തന്നെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും തന്നെ അങ്ങേയറ്റം അരങ്ങേറി. എനിക്ക് വളരെ ആകർഷകമായി തോന്നിയത് ഇന്നലെ അറിയപ്പെടാത്ത ഒരു ഉസ്താദ്, അദ്ദേഹം വന്നിട്ട് അക്ബർ പറഞ്ഞ 24:40 യഥാർത്ഥ അർത്ഥം പറഞ്ഞുകൊണ്ട് അക്ബർ ഖുർആനെ വ്യഭിചരിക്കുന്നു എന്ന് പറഞ്ഞു. അത്തരത്തിൽ ക്യാമ്പിനുള്ളിൽ തന്നെ അക്രമം പൊട്ടിപ്പുറപ്പെടത്തക്ക രീതിയിൽ ഇവിടെ അക്ബർ സ്വീകരിച്ച ഒരു നയം, ഇത് യഥാർത്ഥത്തിൽ അക്ബറിൻ്റെതല്ല. അക്ബറിനേക്കാളും അഗ്രഗണ്യന്മാരായ അപ്പോളജിസ്റ്റുകൾ മുൻനിരയിലുണ്ട് ലോകത്തെമ്പാടും. അവരെയൊക്കെ കണ്ടു പഠിച്ച് അവരിൽ നിന്ന് ചോർത്തിയെടുത്താണ് തൻ്റേതെന്ന ഭാവത്തിൽ അക്ബർ കയ്യടി വാങ്ങിക്കാൻ ശ്രമിക്കുന്നത്, ശ്രമത്തിൽ പരാജയപ്പെടുകയും ചെയ്യുന്നു. ഒരു കൂട്ടം മുജാഹിദുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും ഏകദേശം മനസ്സിലായ മട്ടാണ്. ശ്രീനിവാസനും മമ്മൂക്കയും അഭിനയിച്ച ഒരു സിനിമയുടെ രംഗമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. തലയണ മന്ത്രം എന്ന സിനിമയിൽ ശ്രീനിവാസൻ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് മമ്മൂക്കയെ സമീപിക്കുന്നു. മമ്മൂക്കയ വണ്ടിക്കകത്തിരുന്നൊരു പഴഞ്ചൻ ഓട്ട വണ്ടിയാണ്. അതിനകത്തിരുന്നു കൊണ്ട് എങ്ങനെ ഡ്രൈവിംഗ് ചെയ്യണമെന്ന് പഠിപ്പിക്കുമ്പോൾ കോപിഷ്ഠനായിട്ട് ശ്രീനിവാസൻ മമ്മൂക്കയോട് പറയുന്നു, താൻ അധികം എന്നെ പഠിപ്പിക്കേണ്ട കാര്യം, ഞാൻ PhD പഠിച്ചവനാണ്. എന്നിട്ട് ഗിയർ ഇടാൻ നേരത്ത് പറയുന്നു, ക്ലച്ച് ചവിട്ടിയിട്ടല്ലേ ഗിയർ ഇടേണ്ടത്. മമ്മൂക്കോയ വളരെ അപഹാസ്യമായ രീതിയിൽ അയാളെ കളിയാക്കിക്കൊണ്ട്, ചുരുക്കി പറഞ്ഞാൽ തനിക്കെല്ലാം എന്നറിയാമെന്ന് ഭാവിക്കുകയും ഒട്ടും അറിയാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. കളരി കണ്ടിട്ടില്ലെങ്കിലും ഗുരുക്കൽ എന്ന ഭാവം എന്നൊരു പഴഞ്ചൊല്ലിനെ ഓർമ്മിപ്പിക്കത്തക്ക രീതിയിലാണ് അക്ബറിൻ്റെ നിലപാട്. അക്ബർ ആ സംവാദത്തിൽ പറയുന്നുണ്ട്, ജബ്ബാർ മാഷിനോട് ചോദ്യം വന്നപ്പോൾ, എവല്യൂഷനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നപ്പോൾ ആ ചോദ്യം തന്നെ പരമാബദ്ധമാണ്. പറ്റുമെങ്കിൽ ഒരവസരത്തിൽ ആ ചോദ്യത്തെ എടുത്തു തന്നെ നമുക്ക് വിശകലനം ചെയ്യും. പരമാബദ്ധങ്ങളായ ചോദ്യമാണ്. എന്തായാലും ചോദ്യം ആ വഴിക്കും ഉത്തരങ്ങൾ ആ വഴിക്കും പോകാതിരിക്കാനായിട്ട് വളരെ സമർത്ഥമായ രീതിയിൽ ജബ്ബാർ മാഷ് പറയുന്നു, പരിണാമ സിദ്ധാന്തം എനിക്ക് പൂർണ്ണമായി അറിയില്ല, ഞാൻ കുറേയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ വർത്തമാനം അദ്ദേഹം പറഞ്ഞു. ഇതിനെ വെച്ചുകൊണ്ട് അക്ബർ പിന്നീട് പരിണാമ സിദ്ധാന്തം പോലും അറിയാത്ത യുക്തിവാദി നേതാവ്, യുക്തിവാദി പ്രാസംഗികൻ, പരിണാമ സിദ്ധാന്തം വലിയൊരു മേഖലയാണ്, അനുദിനം പൊട്ടിപ്പൊട്ടുകൊണ്ടിരിക്കുന്ന. ഇന്ന് പോലും ദ ഹിന്ദുവിലൊരു വാർത്തയുണ്ട്, ഡ്രാഗൺ ഫ്ലൈ അതെങ്ങനെയാണ് തൻ്റെ സന്താന ഉൽപാദനത്തിന് വേണ്ടിയിട്ടുള്ള സ്പേമുകളെ മറ്റു മറ്റു എതിർ സെക്സിൽ സന്നിവേശിപ്പിക്കാനുള്ള മത്സരത്തിലെടുക്കുന്ന നിലപാടുകൾ, അങ്ങനെ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻസ് ഇന്ന് ഹിന്ദുവിലെ ഒരു വാർത്തയാണ്. രാവിലെ ഞാനിപ്പം വായിച്ചു. അങ്ങനെ അനുദിനം പൊട്ടിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇവർക്ക് ഈ കളിമൺ സിദ്ധാന്തം തലയിൽ കയറി തലയിലെല്ലാം കളിമൺ ആയതുകൊണ്ട് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ഇവർ അംഗീകരിക്കണം ആർക്കും ഒരു നിർബന്ധവുമില്ല, അവരംഗീകരിക്കണ്ട. അവരുടെ അംഗീകാരത്തിനൊന്നും ആരും വാതിൽക്കൽ നിൽക്കുന്നില്ല, നിൽക്കത്തുമില്ല. പോട്ടെ. അങ്ങനെ ജബ്ബാർ മാഷിനെ കളിയാക്കിയ അക്ബറിന് ഓഷ്യാനോഗ്രാഫിയെ കുറിച്ച് എന്തറിയാമെന്നേ? എന്തറിയാം ഇയാൾക്ക്? ഓഷ്യാനോഗ്രാഫി എന്ന വളരെ വളരെ സങ്കീർണമായ ഒരു സെക്ഷനെ ഇയാൾ എന്തിനു മനസ്സിലാക്കി? ഇയാളെ മനസ്സിലാക്കിയതാണോ? ഇയാൾ കണ്ടെത്തിയതാണോ? മറ്റു വല്ലവരും ഛർദ്ദിച്ചു വെച്ചത് എടുത്തു വിഴുങ്ങി വീണ്ടും വെറുതെ ഛർദ്ദിക്കുകയാണ്. അതിന്റെ മാറ്റം അസഹനീയമാണ്. ഇയാൾക്ക് എന്തറിയാം അതില്?
ഇയാൾക്കൊരു ചുക്കും അറിയില്ല എന്നുള്ളതാണ് ഇതിന്റെ വാസ്തവം. എന്നിട്ടാണ് ജബ്ബാർ മാഷിനെ കുറ്റം പറയുന്നത്. ഇരുകാലം മന്ദൻ, ഒരു കാലം ഞാൻ ജബ്ബാർ മാഷിനെ പറയില്ല കേട്ടോ. മന്ദില്ലാത്ത ഒരുതിനെ നോക്കി മന്ദ എന്ന് വിളിക്കുന്നതിന് തുല്യമാണ് ഈ വീര യോദ്ധാവായ പണ്ഡിത ശിരോമണി അക്ബർ. എന്തു പറയാനെന്നേ. പോട്ടെ. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റൊരു വിഭാഗം ആളുണ്ട്. അതാരാണ്? അഞ്ജനം എന്നാൽ എനിക്കറിയാം മഞ്ഞൾ പോലെ വെളുത്തിരിക്കും. ഇത് വിശ്വാസികൾക്ക് ചേരുന്ന ഒരു പഴഞ്ചൊല്ലാണ്. ഈ അഞ്ജനം, അഞ്ജന കണ്ണെഴുതി ആലീല എന്നിരുന്ന പാട്ടിലെ അഞ്ജനം, കണ്ണെഴുതാൻ ഉപയോഗിക്കുന്ന മഷി, കറുപ്പ്, ഓയിലി, മഞ്ഞൾ, യെല്ലോ, വെള്ള. അഞ്ജനം എന്നാൽ എനിക്കറിയാം അത് മഞ്ഞൾ പോലെ വെളുത്തിരിക്കും. ഈ പറയുന്നവന് ഈ 3 സംഗതികളും പഠിച്ചില്ല, പഠിപ്പിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. സാധാരണ ഒരു ഇസ്ലാമിക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മത അറിവും ശാസ്ത്ര അറിവും മദ്രസ ലെവലിലാണ്. അത് കഴിഞ്ഞാൽ കുബുദ്ധികളായ വയറ്റുപിഴപ്പിന് വേണ്ടി എന്തും പാടി നടക്കുന്ന ഒരു പാടുകയാണ് കേട്ടോ, പ്രസംഗിക്കുകയല്ല. പ്രസംഗങ്ങൾക്ക് പാട്ടുകളാണ്, ഒരു പ്രത്യേക ശൈലിയാണ്. എൻ്റെ ഈ ഇടയ്ക്ക് സുഹൃത്ത് ചോദിച്ചു, തമിഴിൽ ഇങ്ങനെ പാടുന്നില്ലല്ലോ ഭാര്യ, മലയാളത്തിലാണല്ലോ പാട്ടുള്ളത്. എനിക്കതറിയില്ല കേട്ടോ. എന്തായാലും അവരെ ഇതൊന്നും പഠിപ്പിച്ചില്ല. കറുപ്പ്, മഞ്ഞ, വെള്ള പഠിപ്പിക്കാത്തതുകൊണ്ട് ആ പാവങ്ങൾക്ക്, ഞാൻ അങ്ങനെ പറയുള്ളൂ, അവർ പാവങ്ങളാണ്, അവർക്കിത് മനസ്സിലായില്ല. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ വെളുപ്പാണെന്ന് കരുതി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന അവസ്ഥയാണ്. നമ്മളിവിടെ പ്രധാനമായി ചർച്ചയ്ക്കെടുക്കുന്നത് അക്ബർ ഇത് എവിടെ നിന്നാണ് എടുത്തത്, അതല്ല പ്രധാന ചർച്ച. ഞാൻ വഴിയെ വരാം, ഇടയ്ക്കത് പറഞ്ഞതേ. അതായത് islamic.guide.com എന്നൊരു സൈറ്റ് ഉണ്ട്, ഡിസ്കവറിംഗ് ഇസ്ലാം. അതിൽ ഡോക്ടർ സഹ്റുൽ നഗ്ഗാർ എന്നാണ് അദ്ദേഹം PhD ആണ് ജിയോളജിയിൽ, കിങ് സൗദ് യൂണിവേഴ്സിറ്റി ജദ്ദ. പിന്നെ ബാക്കി പറയേണ്ട കാര്യമില്ലല്ലോ. ശാസ്ത്രത്തെ എങ്ങനെ കൊണ്ടൊട്ടിച്ച് കഅബയിലേക്ക് കയറ്റി തൃപ്തിയിടാനുള്ള അദ്ദേഹത്തിന്റെ പ്രധാന ജോലി ഇജാസാണ്. ഇജാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുർആനിൽ ശാസ്ത്രമുണ്ടോ എന്ന ഗവേഷണം നടത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അക്ബർ പറയുന്നത് ഞങ്ങൾ അങ്ങനെയൊന്നും പറയുന്നില്ല കേട്ടോ, ഖുർആനകത്ത് ശാസ്ത്രമുണ്ടെന്ന വാദമൊന്നും ഞങ്ങൾക്കില്ല. മുമ്പ് ഈ വാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഖണ്ഡിച്ച് അങ്ങേയറ്റം നാണം കിട്ടപ്പോഴത്തേക്കും ട്രപ്പീസാണ്. ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല, സൂചകങ്ങളെ ഉള്ളൂ എന്നാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ ഇതിനേക്കാളും പരിതാപകരമായിരിക്കും എന്നതുകൊണ്ട് അത് ഉത്തമ ബോധ്യമുണ്ട്. എനിക്കൊന്ന് ചോദിക്കാനുള്ളത്, എന്തിനാണ് നിങ്ങൾ ഈ ശാസ്ത്രത്തെയും മറ്റും കൂട്ടുപിടിക്കുന്നത്? നാസ, MIT, എന്തിനാണ് നാസയെ നിങ്ങൾ കൂട്ടുപിടിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ശാസ്ത്രത്തെ കൂട്ടുപിടിക്കുന്നത്? വിശ്വാസികൾക്ക് നാസയും വേണ്ട, ശാസ്ത്രവും വേണ്ട, ഓഷ്യാനോഗ്രാഫിയും വേണ്ട. നമ്മുടെ പാകം സുന്നി മൗലവി പറഞ്ഞതുപോലെ അങ്ങനെ അപ്പടിക്ക് വിശ്വസിക്കാൻ പാകത്തിൽ അവിടെ വിശ്വാസം സത്യമാണോ? അറിഞ്ഞുകൊണ്ടല്ലോ വിശ്വസിക്കുന്നത്. അറിയാത്തവനെ വിശ്വസിക്കണമെന്ന് ഖുർആൻ തന്നെ പറയുമ്പോൾ അറിയാതെ തന്നെ വിശ്വസിക്കുന്നതാണ് വിശ്വാസമെങ്കിൽ അതിനകത്ത് ഇതൊക്കെ തിരികെ കയറ്റുന്നത് പാണ്ഡിത്യം തെളിയിക്കാനും അതിലൂടെ സുഖസൗകര്യമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനാണ്, അല്ലാതെ മറ്റൊന്നുമല്ലേ. തീർച്ചയായും തൻ്റെ നിലനിൽപ്പ്, തൻ്റെ ചുറ്റുപാട്, തൻ്റെ എന്താ പറയുക ആഡംബരപൂർണമായ ജീവിതം, ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം കുബുദ്ധികൾ നരങ്ങു വാണ് തകർത്ത് ആ സമൂഹത്തിനെ അങ്ങേയറ്റം മതം പതിപ്പിക്കത്തക്ക രീതിയിൽ കള്ളത്തരം, നട്ടാൽ മുളയ്ക്കാത്ത പെരുനുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ നഗ്ഗാറിൻ്റെ ജോലി ഇജാസ്, ഖുർആനിൽ ശാസ്ത്ര സത്യം കണ്ടെത്തി. ഇങ്ങനെ മാറ്റി പറഞ്ഞാലും അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട് കേട്ടോ. മൈക്രോസ്കോപ്പും പിന്നീട് ലെൻസുമായി നടക്കുകയാണ്. ഖുർആനിൽ എവിടെയാണുള്ളത്? പീസ് TV ഇതിൻ്റെ വലിയൊരു കേന്ദ്രമാണ്. അദ്ദേഹം പീസ്, സമാധാനം വിളമ്പി
ഇപ്പൊ സമാധാനക്കെടിൽ ഏതോ ഒരു രാജ്യത്തിലാണ്. പോട്ടെ. അക്ബറിന്റെ പ്രധാനമായ ചോദ്യം, ആഴക്കടലിൽ ഇരുട്ടുണ്ട്, ആ ഇരുട്ടിനെ പൊതിയുന്ന തിരമാലയുണ്ട്. ഇത് 24-40 ഇല്ല. കഴിഞ്ഞ 9-ാം തീയതിക്ക് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ച, കേട്ട, ചിന്തിച്ച, ആലോചിച്ച ഒരു വാക്യമാണ് സൂറത്ത് നൂറിലെ 40-ാമത്തെ ആയത്ത്. അതിൽ പറയുന്ന ഉലുമാത്തിൻ ഫി ഫഹറിൻ ലുജ്ജിയൻ. ഇതിൻ്റെ അർത്ഥത്തെ വളരെ അമാന്യമായ രീതിയിൽ ഇല്ലാത്ത അർത്ഥം കൽപ്പിച്ചു. ഇത് മുഹമ്മദ് ഖാൻ, ജബ്ബാർ, ലിയാഖത്ത്, ആരിഫ് ഹുസൈൻ അങ്ങനെ തുടങ്ങിയ എക്സ് മുസ്ലിം പറയുന്നതല്ല. തെളിവുണ്ട്. അതിവിടെ എടുത്ത് കോട്ട് ചെയ്യാത്തത് നമ്മുടെ വീഡിയോസ് അവരെടുത്ത് കോട്ട് ചെയ്യും, നമ്മൾ എതിർക്കാൻ പോകും. അവരുടെ വീഡിയോസ് നമ്മൾ കോട്ട് ചെയ്താൽ ചാനൽ പൂട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്ന വൃത്തികെട്ട പരിപാടിയുടെ വൃത്തികെട്ടവന്മാരായതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോയി തുനിയുന്നു. സുന്നി ഉസ്താദ് പറഞ്ഞതാണ്, അക്ബർ ദയവ് ചെയ്ത് ഖുർആൻ വാക്യങ്ങളെ അതിൻ്റെ പടിക്ക് വിടുക. അത് വാസ്തവത്തിൽ ആ സ്റ്റേറ്റ്മെന്റുമായിട്ട് ഞാൻ 100% യോജിക്കും. നിങ്ങളുടെ വയറ്റുപിഴപ്പിന് വേണ്ടിയിട്ട് പാവം വിശ്വാസികളുടെ വിശ്വാസ ഗ്രന്ഥമായ അതിനകത്ത് പോരായ്മയുണ്ടെങ്കിൽ ഞങ്ങൾ വിമർശിക്കും, മറുപടി മാന്യമായ രീതിയിൽ പറയും. നിങ്ങൾ മറുപടി പറഞ്ഞില്ലെങ്കിലും വിശ്വാസികളൊക്കെ കൂണ്ടോടിളകി നാളെ മുതൽ യുക്തിവാദി സംഘത്തിന്റെ പടിക്കൽ മെമ്പർഷിപ്പ് എടുക്കാൻ നിൽക്കുമെന്നുള്ള യാതൊരു ധാരണയും ഈ ജന്മത്തിൽ വെച്ച് പുലർത്താൻ ഞങ്ങൾക്കാവില്ല. വിശ്വാസം അതിൻ്റെ വഴിക്കേ പോകും, അതിന് കാലമെടുക്കും. ഒരു ആൽവൃക്ഷം വളർന്നു വലുതായി പന്തലിക്കണമെങ്കിൽ ഇത്ര കാലം വേണ്ടിവരും, ഒരു ചെറിയൊരു കുരുവിൽ നിന്ന് പൊട്ടി വരാൻ വേണ്ടി. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ അക്ബറിന്റെ വാദം ഇതാണ്, നുലുമാത്തിൻ ഫി ബഹറിൻ ലുജ്ജിയിൻ. ഇത് സമുദ്രാന്തർഭാഗത്ത് ഇരുട്ടുണ്ടെന്നും അത് മുഹമ്മദിന് മുമ്പ് അറിയില്ല, അതിനുശേഷമാണ് കണ്ടെത്തിയത്. നമ്മളിവിടെ ഖുർആനിക വാക്യങ്ങളെ തന്നെ ഈ വാദത്തെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ട് അക്ബർ പറഞ്ഞ ഈ വാദത്തെ കള്ളവാചകമാണ്, വളച്ചൊടിക്കലാണ്, ഇല്ലാത്ത അർത്ഥം കൽപ്പിക്കുകയും അതിൽ സഹികെട്ടാണ്ടാണ് സുന്നി പണ്ഡിതൻ വീഡിയോയുമായി രംഗത്ത് വന്നത്. മുസ്ലിം സമൂഹം ആകെ തൻ്റെ പിന്നിൽ അണിനിരന്നുവെന്നും വളരെ ഐക്യമുണ്ടായി എന്നും കൊട്ടിഘോഷിക്കുന്ന ഗ്രൂപ്പിനകത്തു നിന്ന് തന്നെയാണ് മതത്തെ അങ്ങേയറ്റം മനസ്സാ വാച സ്നേഹിക്കുന്ന. അവിടെയാണ് സുന്നികൾക്ക് അങ്ങനെ പ്രത്യേകതയുണ്ട്. അവർ മനസ്സാ വാച അറിയാത്തത് കൊണ്ടും അതിൻ്റെ പോരായ്മകൾ മനസ്സിലാക്കാത്തത് കൊണ്ടും ഇന്നിൻ്റെ തനതായ രീതിയിൽ നിന്ന് അതിനെ നോക്കിക്കാണുന്നത് കൊണ്ടുമാണ് സുന്നികൾ അതിനെ അത്രത്തോളം ആത്മാർത്ഥമായി കാണുന്നത്. ഇപ്പം മുത്തേടം അദ്ദേഹം ഏതോ ഒരു ലോകത്ത് വിശ്വസിക്കുന്നതിനെ ശരിയെന്ന് വിശ്വസിച്ചുകൊണ്ട് ഗ്രന്ഥങ്ങളെ നോക്കി ഇക്കാലത്തിന് യോജിക്കാത്തതാണെങ്കിലും വിശ്വാസികൾക്ക് യോജിക്കുന്നത് കൊണ്ട് അദ്ദേഹം പറയും. താല്പര്യമുള്ള വിശ്വാസികൾ കേൾക്കുന്നു. അത് റോഡിൽ തെരുവിലെത്താത്തിടത്തോളം കാലം ആർക്കും ഒരു പ്രശ്നവും ഇല്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പം 55-ാമത്തെ അധ്യായത്തിൽ 24 മുതൽ 25 വരെയുള്ള വാചകങ്ങളിൽ ഖുർആൻ പറയുന്നത് സമുദ്രത്തിൽ പർവ്വത സമാനം ഉയർന്നു നിൽക്കുന്ന കപ്പലുകൾ അവൻ്റേതാണ്. കപ്പലുകളുണ്ട്, അത് പർവ്വത സമാനം ഉയർന്നു നിൽക്കുന്നു, അത് അള്ളാഹുവിൻ്റെതാണെന്നാണ് ഖുർആൻ പറയുന്നത്. ഇപ്പം മുഹമ്മദ് നബിക്ക് മുമ്പുള്ള അറബികൾക്ക് കപ്പൽ യാത്ര ഉണ്ടായിരുന്നുവെന്നും അത് പ്രോട്ടോടൈപ്പിലുള്ള കപ്പലുകളായിരുന്നില്ല, വികസിതമായ കപ്പലായിരുന്നു എന്നതിൻ്റെ തെളിവാണ് പർവ്വത സമാനം എന്ന വാക്ക്. ചെറുതുണ്ടായിരിക്കാം, വലുതുമുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ പറഞ്ഞത്, പർവ്വത സമാനം. അപ്പോൾ ഒരു പ്രോട്ടോടൈപ്പ് അല്ലാത്ത കുറെ വികസിതമായ, ഇന്നിൽ നിന്നും വ്യത്യസ്തമാണെങ്കിൽ പോലും അന്ന് വികസിതമായ ഒരു കപ്പൽ, ഷിപ്പ്. ഇപ്പൊ കടലിനെ കുറിച്ച് അറിയില്ലേ, അത് ആഴക്കടലിലേക്ക് യാത്ര ചെയ്യണ്ടേ? എൻ്റെ അറിവിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. 5000 വർഷങ്ങളായി നാവിഗേഷൻ വശമുള്ള ആളുകളാണ് അറബികൾ. അതുകൊണ്ട്
ഈ പറയുമ്പോൾ മറ്റുള്ളത് കൂടെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതല്ല. വളച്ചൊടിക്കുമ്പോൾ ഇത് കള്ളത്തരമാണ് 100% മനസ്സിലാക്കിക്കൊണ്ട് വഞ്ചനാപരമായ നിലപാടാണ് ഈ അപ്പോളജിസ്റ്റുകൾ, ഈ പുത്തൻ കൂറ്റുകാർ, വഹാബികൾ, ജമാഅത്തുകാർ എടുക്കുന്നതെങ്കിൽ സുന്നികൾ അങ്ങനെ അല്ല. മുഹമ്മദിന് ശേഷം കണ്ടെത്തിയതാണോ എന്നാണ് ചോദ്യം. ഇങ്ങനെ ആഴക്കടലിലെ ഇരുട്ടുകൾ മുഹമ്മദിന് ശേഷം ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? മുഹമ്മദിന് മുമ്പുണ്ടായിരുന്നു? അതാണ് പ്രസക്തമായ ചോദ്യമെങ്കിൽ 55 തന്നെ 22 മുതൽ 23 വരെയുള്ള വാചകങ്ങൾ സൂറത്തുർ റഹ്മാനാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ നീ കാണുന്നില്ലേ എന്ന് ഫബി ഈ ആലായി റബ്ബിക്കുമാ തുഖദിബാൻ എന്ന് ആവർത്തിച്ച് പറയുന്ന അള്ളാഹുവിൻ്റെ മഹിമയെ നീ എന്തിനാണ് തള്ളിക്കളയെന്ന് വിലപിക്കുന്ന ഒരു വിലാപ കാവ്യമാണത്. ഈ സമുദ്രങ്ങളിൽ നിന്ന് മുത്തും പവിടവും ലഭിക്കുന്നു. അതിനാൽ ഓ മനുഷ്യരെ, ജിന്നുകളെ, നിങ്ങളുടെ റബ്ബിൻ്റെ കഴിവിനെ ഏതേത് തികവുകളെയാണ് നിങ്ങൾ തള്ളിപ്പറയുക. അപ്പോൾ സമുദ്രത്തിൽ പോയിരുന്നുവെന്നും മുത്തും പവിഴവും ലഭിക്കുന്നു എന്നാണ് പറഞ്ഞത്. ലഭിച്ചിരുന്നു, ലഭിക്കും എന്നല്ല പറഞ്ഞത്. ഫ്യൂച്ചർ ടെൻസ് അല്ല, പ്രസന്റ് ടെൻസ് ആണ്. അറിവുള്ള കാര്യമാണ് പറഞ്ഞത്. ചോദ്യത്തിന് ഉത്തരമായോ? വലിയ യമണ്ടൻ ചോദ്യമായിരുന്നു. നബിക്ക് മുമ്പ് അറിയാമായിരുന്നോ നാടോടികൾക്ക്? നാടോടികൾക്കും അറബികൾക്കും മാനോകർക്കും അറിയാമായിരുന്നു അക്ബറേ. ഇങ്ങനെ നിങ്ങൾ എന്തിനാണ് ഒരു സമൂഹത്തെ ആകെ വഞ്ചനാപരമായ. ഇനി ഈ മുത്തെടുക്കാൻ പോകുന്നവരുടെ അവസ്ഥ ഒന്ന് നോക്കാം. 30 മീറ്റർ വരെ താഴോട്ട് പോയാൽ മാത്രമേ 100 ഫീറ്റ് 100 ഫീറ്റ്സ്, അതാണ് 30 മീറ്റർ. In order to find enough pearl oysters, free divers were often forced to descend depths over 1000 feet 30 meters on a single breath, exposing them to the dangers of hostile creatures. ഒറ്റ ശ്വാസത്തിൽ 30 അടി വരെ മുങ്ങാൻ പാകത്തിലുള്ള 30 മീറ്റർ വരെ മുങ്ങാൻ പാകത്തുള്ള വൈദഗ്ധ്യമുള്ളവർക്ക് മാത്രമേ മുത്തും പവിഴവും അടിത്തട്ടിൽ നിന്ന് എടുക്കാൻ പറ്റൂ. ഈ ഖുർആൻ പറയുന്ന മുത്തും പവിഴവും ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ, ലഭിച്ചിരുന്നു എന്ന് പറയുമ്പോൾ എടുത്തിരുന്നു എന്ന് അർത്ഥം വരുമെങ്കിൽ ഇവർക്ക് 30 അടി വരെ 30 മീറ്റർ വരെ താഴെ പോകാൻ സാധിക്കുമെങ്കിൽ അവിടെ ഇരുട്ടെന്ന് മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. 5 മീറ്റർ താഴെ പോയാൽ ഇരുട്ടാണ്. 5 മീറ്റർ സമുദ്രത്തിന്റെ തുടക്കത്തിൽ, അതിൽ നിന്ന് അങ്ങോട്ട് പൊക്കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടാണ്. ഇരുട്ടിന്റെ പടലങ്ങളൊക്കെ ഉണ്ട്. അത് അക്ബർ പറയുന്നു. ഇതുമായി ഈ വാചകവുമായി 24-40 സൂറത്തുൽ നൂറിലെ 40-മായി യാതൊരു ബന്ധവുമില്ലാത്ത. അപ്പം അറബികൾക്ക് മുമ്പ്, നബിക്ക് മുമ്പ് ഇതറിയാമായിരുന്നു. ഇത് തെളിഞ്ഞില്ലേ? വാദം പൊളിഞ്ഞില്ലേ? ആഴക്കടയിൽ അന്ധമാണെന്ന നാടോടികൾക്ക് അറിയാമായിരുന്നു. For thousands of years, most seawater pearls were retrieved by divers working in the Indian Ocean in areas such as Persian Gulf, Red Sea and the Gulf of Mannar. ഇതൊക്കെ അന്നേ കാലങ്ങളിൽ നടന്നിട്ടുള്ളതാണ്. മാത്രമല്ല ഇതൊക്കെ പഴയ ഗ്രന്ഥങ്ങളിൽ വരെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ് രേഖപ്പെടുത്തപ്പെട്ട വസ്തുതകളുണ്ട്. ഈ ഓഷ്യാനോഗ്രാഫി തേടിപ്പോയപ്പോൾ ഈ പാവത്തിന് ഇതൊന്നും കണ്ണിപ്പെട്ടില്ല. നമ്മളൊന്നും ചെറുതായി തപ്പിയപ്പോൾ കിട്ടിയ കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. വളരെ നേരത്തെ 1400 വർഷങ്ങൾക്ക് മുമ്പല്ല, അതിനു മുമ്പ് തന്നെ അറിയാവുന്ന കാര്യങ്ങളെ വെച്ചാണ്. UAE സൈറ്റിൽ ഞാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞതുപോലെ പേൾ ഡൈവിംഗ് വാസ് വൺ ദ മോസ്റ്റ് ലുക്രേറ്റീവ് പ്രൊഫഷൻ ഇൻ ദ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് and was tightly woven into the UAE culture that dates back around 7,000 years. 7000 വർഷങ്ങളായി ആകർഷകമായ ഒരു ജോലിയായിരുന്നു എന്നും പേൾ ഡൈവിംഗ്, പേൾ ഹണ്ടിങ്
അത് UAE സംസ്കാരത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു എന്നും UAEയുടെ ടൂറിസം സൈറ്റിൽ പറയുമ്പോൾ അക്ബറിൻ്റെ വാദം കള്ളത്തരമാണ്. അതായത് ഖുർആൻ വാചകം പറഞ്ഞത് തെറ്റാണ്, വളച്ചൊടിച്ചതാണ്, ഉസ്താദിൻ്റെ ഭാഷയിൽ പറയാൻ വ്യഭിചരിച്ചതാണ്. ഇവിടെയോ ഓഷ്യാനോഗ്രാഫി ആകെ മാറ്റിമറിച്ചുകൊണ്ട് അറിയില്ല എന്ന് അറിയാം. ഇനി അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എപ്പിപീലിയാജിക് സോണിൽ സൂര്യപ്രകാശമുണ്ട് എന്ന് പറയുകയാണ്. ശരിയാണ്, എപ്പിപീലിയാജിക് സോണിൽ സൂര്യപ്രകാശമുണ്ട്. പക്ഷെ ആ സൂര്യപ്രകാശം മനുഷ്യ നേത്രങ്ങൾക്ക് മറ്റു വസ്തുക്കളെ കാണാൻ പാകത്തിലുള്ളതല്ല. അത് ആ ഏരിയയിലെ എപ്പിപീലിയാജിക് സോണിൽ ജീവിക്കുന്ന സൂക്ഷ്മജീവികൾക്ക് ഫോട്ടോസിന്തസിസിലൂടെ ആഹാരം സമ്പാദിക്കാനുള്ള സൂര്യപ്രകാശമാണ്. ആ സൂര്യപ്രകാശം തീർച്ചയായിട്ടും നഗ്നനേത്രങ്ങൾ കൊണ്ട് കടലിലെ അടിത്തട്ടിലെ ഒന്നിനെയും കാണാൻ യോഗ്യമല്ല, പ്രാപ്തമല്ല. അങ്ങനെയാണെങ്കിൽ ഈ എപ്പിപീലിയാജിക് സോൺ എന്ന വാക്ക് ഉപയോഗിച്ച് എന്തിനാണ്? തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. തെറ്റിദ്ധരിപ്പിക്കേണ്ട ഒരു മാല. ഇതിനു വേണ്ടിയിട്ട് അങ്ങേയറ്റം റിസർച്ച് നടത്തിക്കൊണ്ട് തന്നെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വിളമ്പി ചതിച്ച് നാമാവിശേഷമായ കുറെ ആളുകൾ അഖില ലോകതലത്തിലുണ്ട്. അവരെയൊക്കെ എടുത്തുകൊണ്ടുവന്നാണ് ഇവിടെ ഇപ്പോൾ അതൊക്കെ പണ്ടേ തള്ളിക്കളഞ്ഞ കാര്യങ്ങളൊക്കെ. അക്ബർ പറഞ്ഞത് 24:40 4 അഭൗതിക അറിവുണ്ട്. തെറ്റാണ്. അങ്ങനെ ഒരു അറിവ് 24-40 വായിച്ചാൽ എവിടെയും കിട്ടില്ല. വാക്കുകളുടെ അർത്ഥം മാറ്റിക്കൊണ്ട് തിരികെ കയറ്റി എടുത്തു മാറ്റി വളച്ചൊടിച്ച് എന്തിനാണ് ഈ നാണം കെട്ട പരിപാടിക്ക് പോകുന്നത് അക്ബറെ? വയറ്റിപ്പിഴപ്പായിരിക്കാം, പക്ഷെ അതിങ്ങനെയൊക്കെ വേണോ? ഇത്രയും കാലം സമ്പാദിച്ചില്ലേ? പോരെ? അടങ്ങി ഒതുങ്ങി വീട്ടിൽ നിന്ന് നിസ്കരിച്ച് ജീവിച്ചാൽ പോരാ. അഹങ്കാരം, അതല്ല, അഹങ്കാരത്തെക്കാൾ ഉപരി അത്യഗ്രഹം, പ്രശസ്തി എന്നും എന്നെ തേടി വരണം, ഞാൻ ആശാനാണ്, കളരി കണ്ടിട്ടില്ലെങ്കിൽ എന്ന ഭാവം. ആഴക്കടലിൽ ഇരുട്ടുണ്ട്. ഇരുട്ടിനെ പൊതിയുന്ന തിരമാലകൾ ആഴക്കടലുണ്ട്. 24-40 വായിക്കും. ഞാൻ നിങ്ങളോട് വെല്ലുവിളിക്കുകയാണ്. നമുക്ക് അറബി പണ്ഡിതന്മാരെയും ഓഷ്യാനോഗ്രാഫി പഠിച്ച ആളുകളുടെ മുമ്പിൽ വെച്ച് തെളിയിക്കാൻ ഇത് നിങ്ങൾക്ക് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. 100% ഉറപ്പാണ്. പച്ചക്കള്ളമാണ്. ഇരുട്ടിനെ പൊതിയുന്ന ആഴക്കടലിലെ തിരമാലകൾ ഉണ്ട് എന്നുള്ളത്. ആഴക്കടലിൽ തിരമാലയുണ്ട്, വാട്ടർ മങ്കൊക്കെ കണ്ടെത്തി. അതൊക്കെ വേറെ വിഷയമല്ലേ. അതിൻ്റെ വാക്കർത്ഥം നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിന് കടപ്പാട് അബ്ദുൽ മാഷാണ്. ഞാൻ സുദീർഘമായി അദ്ദേഹത്തിൽ അറബി പണ്ഡിതനായതുകൊണ്ട് ചോദിച്ചു മനസ്സിലാക്കിയാണ്. ഔക ഉലുമാത്തിൻ ഫീ ഫഹറിൽ ലുജ്ജിയിൻ യഹ്ഷാഹു മൗജിൻ മിൻ ഫൗഖിഹി മൗജിൻ മിൻ സഹാബിൻ ലുദുമാത്തിൻ. ഔക ഉലുമാത്തിൻ ഫീ ഫഹറിൽ ലുജ്ജിയിൻ യഹ്ഷാഹു മൗജിൻ മിൻ ഫൗഖിഹി മൗജിൻ മിൻ സഹാബിൻ ലുലുമാത്തുൻ എന്നാണ് ഓരോ വാക്കിൻ്റെ. ഔ അല്ലെങ്കിൽ ഉലുമാത്തിൻ ഇരുട്ടുകൾ പോലെ, ഫീ ഫഹരൻ ഒരു കടൽ, ലുജ്ജിയിൻ ആഴമുള്ളത്. ആ കടലിന്റെ വിശേഷണമാണ് ആഴമുള്ളത്. യഹ്ഷാഹു അതിനെ മൂടുന്നു, കടലിനെ പൊതിയുന്നു. അക്ബർ പറയുന്നതോ ഇരുട്ടിനെ പൊതിയുന്ന തിരമാലകൾ ആഴക്കടലിലുണ്ട്. ബഹ്റിൻ ലുജ്ജിയിൻ യഹ്ഷാഹു എന്നാണ് കടൽ ആഴമുള്ളത്, അതിനെ പൊതിയുന്ന. യഹ്ഷാഹു എന്നാണ് വരുന്നത്, യഹ്ഷാഹു അല്ല, യഹ്ഷാഹ അല്ല. അത് ആ ഉസ്താദ് പറയുന്നുണ്ട്. അതിന്റെ വ്യാകരണം പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് ബഹ്റിൻ ലുജ്ജിയിൻ യഹ്ഷാഹു, ആഴമുള്ള കടലിനെ പൊതിയുന്ന തിരമാലകൾ. തിരമാലകളുണ്ടോ? തിരമാല മാത്രമെന്ന് തെറ്റിദ്ധരിപ്പിക്കാം. ഉണ്ട്, വഴിയെ നമുക്ക് പരിശോധിക്കാം, മറ്റൊരു അധ്യായത്തിൽ പരിശോധിക്കാം. അക്ബർ പറയുന്നത് പോലെ ഇരുട്ടിനെ പൊതിയുന്ന തിരമാലകൾ ആഴക്കടലുണ്ട് എന്ന് വരണമെങ്കിൽ ഖുർആനിൽ വരേണ്ടത് ഉലുമാത്തിൻ യഹ്ഷാഹ എന്നേ വരാം. പറയാൻ പാടില്ല. ഹു അത് ഈ കടലിനെ എന്ന് വരണമെങ്കിൽ യഹ്ഷാഹു ആണ്.
ആഴമുള്ള എന്നല്ലെങ്കിൽ ആഴക്കടൽ എന്ന് പറഞ്ഞെങ്കിൽ യഹ്ഷാഹ എന്നേ വരാം. ആ വീഡിയോ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുക്കാൻ നിങ്ങൾ പോയി കേട്ടു. വന്നിട്ടുള്ളത് ബഹറിൻ ലുജിയിൻ യഹ്ഷാഹു എന്നതുകൊണ്ട് ഇത് ആഴക്കടലിനെ പൊതിയുന്ന, കടലിനെ പൊതിയുന്ന ആഴക്കടൽ എന്നുള്ളത് വിശേഷണമാണ്. കടലിനെ പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന ഒരു വാക്കാണ് ആഴക്കടൽ. മുത്തുപറക്കിയ ആഴക്കടൽ, പർവ്വത സമാനമുള്ള കപ്പലുകൾ സ്വന്തമാക്കിയ ആഴക്കടൽ. ഇനി ഒരുപാട് തഫ്സീറുകൾ എടുത്ത് പരിശോധിച്ചാലൊക്കെ തന്നെ ഇതിൽ പറയുന്നത് or their deeds are like layers of darkness in a vast deep sea. vast deep sea, വിശാലവും ആഴമുള്ളതുമായ കടൽ. ആരാ പറയുന്നത്? മുഫ്തി തഖ്വി ഉസ്മാനി. ഓവർവെൽംഡ്, പൊതിയുന്നു, മൂടുന്നു, യഹ്ഷാഹു. ഇനി ഡോക്ടർ ഖാലി പറയുന്നത് or they are as darkness in tumultuous sea, vast and deep. അദ്ദേഹം ബ്രാക്കറ്റിൽ പറയാണ് വിശാലവും ആഴമുള്ള. enveloped by waves, പൊതിയുന്ന, മൂടുന്ന, യഹ്ഷാഹ ആയല്ല. ഇനി മൗഷിൻ ഖാൻ പറയുന്നത് or within bracket or states of a disbeliever is like the darkness in a vast deep sea, overwhelmed. അവിടെയും വാസ്റ്റ് ഡീപ്പ് സീ. ഈ വാസ്റ്റ് ഡീപ്പ് എന്ന് പറയുന്നത് കടലിന്റെ വിശേഷണമാണ്, കടലിനെ മൂടുന്നു. പിത്താഴ് വളരെ പ്രശസ്തനായ ഒരു അദ്ദേഹം പറയുന്നത് or as a darkness on a vast accessible sea, there covered him a bear. അവനെ തിരമാലകൾ മൂടുന്നു. അതായത് വാസ്തവത്തിൽ ഈ 24-40 വളരെ കാവ്യാത്മകമായ ഒരു വാക്കാണ്. ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരുപാട് ഭക്തിഗാനങ്ങൾ. നെയ്യാറ്റിൻകര വാഴും കണ്ണാമണ്ണിൻ മുന്നിലൊരു നെയ്വിളക്കാകട്ടെ എൻ്റെ ജന്മം. ഒരു ജന്മത്തെ നെയ്വിളക്കായി നെയ്യാറ്റിൻകരയിൽ വാഴുന്ന കണ്ണന്റെ മുമ്പിൽ അർപ്പിക്കുന്നു എന്നുള്ള സങ്കല്പമുണ്ടല്ലോ. ആ ഭാവനാ സൃഷ്ടിയുടെ ഉദാത്തமான ആ ചിന്തയോട് അങ്ങേയറ്റം താദാത്മ്യം പ്രാപിക്കുന്ന ഇറവനിടം കയ്യേന്തുങ്കൾ അവൻ ഇല്ല എന്ന് ചൊല്ലുവതില്ലേ. ഇല്ല എന്ന് പറയാത്തവനാണ് ദൈവം. അങ്ങനെ ഒരുപാട് പാട്ടുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ കാവ്യാത്മകതയുണ്ട്. അത് രസിക്കാൻ പാകത്തുള്ള ബ്രെയിൻ നമുക്കുണ്ട്, നമ്മൾ രസിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മുസ്ലിം പാട്ടുകളും ഭക്തിഗാനങ്ങളും ഒക്കെയാണ്. യേശുദാസിന്റെയൊക്കെ കണ്ണന്റെ പാട്ടുകളൊക്കെ വളരെ രസിച്ച് കേൾക്കുന്ന, പല ആവർത്തിച്ച് എൻ്റെ ഫേവറേറ്റ് സോങ്സിൽ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വരുമ്പോൾ ഈ ഖുർആനിക വാക്യം ഒരു കാവ്യാത്മകമായ ഒന്നാണ്. അതിന് ആ രീതിയിൽ കാണുക, അതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ലെന്നേ. വളരെ നല്ല ഒരു എന്താ പറയുക, ഒരു ഉപമയാണത്. ഇങ്ങനെ ഉപമിക്കാനൊന്നും എനിക്ക് കഴിവില്ലെന്നേ. അങ്ങനെ ഉപമിക്കുന്ന 1400 വർഷം മുമ്പത്തെ ഒരാളെ ആ കഴിവിന്റെ പേരിൽ, മറ്റുള്ളതല്ല, ആ ഉപമിക്കാനുള്ള കഴിവിന്റെ പേരിൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. അത് ആരായാലും ശരി, ഈ നെയ്യാറ്റിൻകര വാഴും എഴുതിയ ആൾ ഉൾപ്പെടെ ഒക്കെ ഇവരൊക്കെ സമാനരെന്നാണ് ഞാൻ കണക്കാക്കുന്നത് കേട്ടോ. ഇപ്പൊ പിത്താൻ പറയുന്നത് അതായത് അദ്ദേഹം പറയുന്നത്, ഖുർആൻ പറയുന്നത്, അവിശ്വാസിയുടെ അറിവ് ഒരു അന്ധകാരമാണ്. ഏതുപോലെ എന്ന് വെച്ചാൽ ആഴക്കടലിൽ താഴ്ന്ന അന്ധകാരമുള്ള ഒരു കടലിൽ അതിൻ്റെ മുകളിലേക്ക് കൈപൊക്കിക്കഴിഞ്ഞാൽ അവൻ്റെ കൈ പോലും കാണാനൊക്കാത്ത രീതിയിൽ അവൻ്റെ വിശ്വാസങ്ങൾ അന്ധമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപമയാണത്. പിക്താൽ അതുകൊണ്ട് ഈ കഥയെ സ്വായത്തമാക്കിയിട്ട് അവനെ പൊതിയുന്ന എന്ന് തന്നെ പറയുമ്പോൾ എത്ര ആത്മാർത്ഥതയാണ് അദ്ദേഹം ആ ഒരു കാവ്യനീതി അവിടെ കാണിക്കുന്നു നോക്കുക. അതുകൊണ്ട് യൂസഫ് അലിയും പറയുന്നത് പോലെയാണ്, ഈസ് ലൈക്ക് ദ ഡെപ്ത് ഓഫ് ഡാർക്ക്നെസ് ഇൻ എ വാസ്റ്റ് ഡീപ്പ് ഓഷ്യൻ ഓവർവെൽംഡ്. ഞാൻ പറഞ്ഞ അർത്ഥം തന്നെയാണ്. സഹീഹ് ഇന്റർനാഷണൽ, ലൈക്ക് ഡാർക്ക്നെസ് വിത്തിൻ അൺഫോർട്ടബിൾ സീ വിച്ച് ഈസ് കവേർഡ് ബൈ വേവ്സ്. സീ കവേർഡ് ബൈ, അങ്ങനെയാണെങ്കിൽ
അങ്ങനെ ഒരുപാട് ഞാൻ കുറേ എടുത്ത് നോക്കി, നൂറുകണക്കിന് അർത്ഥവ്യാഖ്യാനങ്ങളെ നോക്കുമ്പോൾ ഇത് തന്നെയാണ് മൗദൂദി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ്. മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ ആഴക്കടലിലെ ഇരുട്ടുകൾ പോലെയാകുന്നു അവരുടെ പ്രവർത്തനങ്ങളുടെ ഉപമ. വിത്തിൻ ബ്രാക്കറ്റ് തിരമാല അതിനെ വിത്തിൻ ബ്രാക്കറ്റ് കടലിനെ പൊതിയുന്നു. ലുജിയൻ മഹഷാഹു അല്ലെ, ബഹഷാഹു അല്ലെ, കടലിനെ പൊതിയുന്നു, ആഴക്കടലിനെ പൊതിയുന്നു. ആഴ എന്ന് പറയുന്നത് ഉദാഹരണമാണ്. തഫീം പറയുന്നു നോക്കൂ, ആഴമേറിയ കടലിലെ ഇരുട്ടുകൾ, അതായത് തിരമാലകൾ മേൽക്കുമേൽ വന്നു മൂടുന്നു, അതിന് മീതെ മേഘം. തഫീം പറയുന്നതാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ സൈറ്റാണ്. അത് വളരെ നല്ലൊരു സൈറ്റാണ് കേട്ടോ. എളുപ്പത്തിൽ വായിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന കുറെ വ്യാഖ്യാനങ്ങളും വാക്കർത്ഥവും കൊടുത്തിട്ടുള്ള മലയാളികൾക്ക് ഉപകാരപ്രദമായ ഒരു സൈറ്റാണ് ഈ തഫീം നെറ്റ്. അതിൽ പറയുന്ന അല്ലെങ്കിൽ പിന്നെ അവന്റെ ഉപമ ഇങ്ങനെയാകുന്നു, ആഴമേറിയ കടലിലെ ഇരുട്ടുകൾ, അതായത് മേൽക്കുമേൽ വന്നു മൂടുന്നു, അതിനു മീതെ മേഘം. വന്നു മൂടുന്ന തിരമാലകൾക്ക് മേൽ മേഘമെങ്കിൽ ജബ്ബാർ മാഷ് ചോദിച്ച ഒരു ഭയങ്കരമായ ചോദ്യമല്ലേ, ആഴക്കടലിൽ എവിടെയാണ് അക്ബറെ കാർമേഘം? മുജാഹിദുകളൊക്കെ ഭയങ്കരമായി അലറി വിളിച്ച് സോഷ്യൽ മീഡിയ എടുത്തെറിഞ്ഞ് പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ജബ്ബാർ തോറ്റേ, എവിടെയാണ് ആഴക്കടലിൽ കാർമേഘമെന്ന് ചോദിച്ചേ. ബുദ്ധിയെ പണയം വെച്ചവരോട് എന്ത് പറയാൻ? ഒന്നും പറയാൻ പറ്റില്ലെന്നേ. നമ്മൾ സഹതിപ്പിക്കുക, പരിതപിക്കുക എന്നല്ലാതെ നമുക്കിതിനകത്തൊന്നും ചെയ്യാനുള്ളതാണ്. ഇനി ഈ ബാറ്റിസ്ഫിയറൊക്കെ അദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന് ഒരുപാട് വിളമ്പുന്നുണ്ട്. ഇതൊക്കെ അലക്സാണ്ടറിന്റെ കാലത്ത് തന്നെ അറിയാവുന്ന കാര്യമാണ്. അലക്സാണ്ടർ ബാറ്റിസ്ഫിയർ എന്നുള്ളത് ഉപയോഗിച്ചിരുന്നു എന്ന് ഞാനൊരു സ്ലൈഡ് കാണിക്കാം. എങ്ങനെ വാസ് ദ ബാറ്റിസ്ഫിയർ യൂസ്ഡ് മച്ച് ഏർലിയർ ബൈ അലക്സാണ്ടർ ദ ഗ്രേറ്റ്. The beginnings of the diving belt are primitive but functional devices, containers such as buckets and cauldrons. These devices trapped air when inverted and were placed over the driver's head before he entered the water. The first references to underwater activity dates from Egyptian antiquity and the Thebes temples. അതായത് കുട്ട പോലത്തെ അല്ലെങ്കിൽ അത് സമാനമായ സാധനങ്ങളെ തലയിൽ കമിഴ്ത്തിക്കൊണ്ട് അതിനകത്ത് വെള്ളം കയറാതെ എയർ കമ്പാർട്ട്മെന്റായി കടലിനടിയിൽ അലക്സാണ്ടർ പോയിരുന്നു എന്നാണ് ഈ പറയുന്ന രേഖ. ഈ ആഴത്തിൽ തപ്പിയെടുത്ത് ഈ ഇരുട്ടിനെ കൊണ്ടുവന്ന് ആളുകളെ അന്ധകാരത്തിൽ ആഴ്ത്താൻ വേണ്ടി ശ്രമിച്ച അക്ബറിന് ഇതൊന്നും മനസ്സിലാകാതെ പോയതിൽ അതിശയപ്പെടാനൊന്നുമില്ല. ആവേശം കൊണ്ട് ഇങ്ങനെ കൊണ്ട് എടുത്തു ചാടി വിളമ്പിയപ്പോൾ ചീറ്റിപ്പോയതാണ്. ഇനി നമുക്ക് ഖുർആൻ കടലിനെ കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യം നോക്കാം. അതായത് ഒരാൾ ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ അയാൾ തന്നെ അതേ വിഷയത്തെക്കുറിച്ച് മറ്റു ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും ചേർത്ത് വായിക്കാനുള്ള ബുദ്ധി, വിവേകം നമ്മൾ കാണിക്കും. അത് ഞാനിവിടെ കാണിക്കുകയാണ്. 25-ാമത്തെ അധ്യായത്തിൽ 53-ാമത്തെ സൂറത്ത് റഹ്മാൻ രണ്ട് സമുദ്രങ്ങളെ കൂട്ടിച്ചേർത്തതും അവൻ തന്നെയാകുന്നു. ഒന്ന് രുചികരമായ തെളിനീർ, മറ്റേത് അരോചകരമായ ഉപ്പുനീർ. രണ്ടിനുമിടയിൽ ഒരു മറയുണ്ട്, അവ കൂടിക്കലരുന്നത് വിലക്കുന്ന ഒരു തടസ്സം. അതായത് രണ്ട് സമുദ്രങ്ങളുണ്ട്, അതിൽ ശുദ്ധജലവും ഉപ്പുവെള്ളവുമുണ്ട്. ഇവ തമ്മിൽ കൂടിക്കലരുന്നതിനെ തടയുന്ന മറയുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. നേരത്തെ പറഞ്ഞ കാവ്യാത്മകതയിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ വസ്തുതാ വിരുദ്ധമായ കാര്യമാണ് ഖുർആൻ പറയുന്നത്. തെറ്റല്ല. 1400 വർഷം മുമ്പേ ഒരു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന മനുഷ്യന്റെ അറിവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അങ്ങനെ കണ്ടാൽ മതിയെന്നേ. അതിനെ അങ്ങനെ കണ്ട് വിശ്വസിക്കുന്ന, കണ്ട് തൃപ്തി അടയുന്ന, കണ്ട് സായുജ്യമടയുന്ന, മനസമാധാനം തേടുന്ന ലക്ഷോപലക്ഷങ്ങൾ ഉണ്ട്.
അവർക്കിതൊന്നും പ്രശ്നമല്ല. അവരെ വഴിക്ക് വിടും. നിങ്ങളീ കുബുദ്ധികൾ ഇറങ്ങി ഇല്ലാത്തത് ചികഞ്ഞ് എന്തിനാണിത് അറിയാണ്ട് ചോദിക്കുകയാണ്, വല്ലാണ്ട് ചോദിക്കുകയാണ്, എന്തിനാണ്? അപ്പൊ ഖുർആൻ തെറ്റും പറയും, ശരിയും പറയും, ശരി പറയും, കാവ്യനീതി പറയും, കാവ്യം പറയും, ഒരുപാട് ഒരു കാലഘട്ടത്തിന്റെ എന്താ പറയുക അതിർവരമ്പുകൾ അതിനുണ്ട്. അതുവരെ മനുഷ്യൻ സമ്പാദിച്ച മനുഷ്യ കുലത്തിന്റെ ശരികൾ അതിനകത്ത് വരും. 100% തെറ്റ് എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. അന്നിന്റെ ആ ഒരു രീതിയിൽ നബിയുടെ ഭാര്യമാര്, നബിയുടെ യുദ്ധം, ഇതിനെ ഒന്നും തള്ളിപ്പറയുന്ന ആളല്ല ഞാൻ. അതൊക്കെ കുറെയൊക്കെ പഠിച്ചതും കുറെയൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യവും അതും തെറ്റല്ലേ, വളരെ സുവ്യക്തമായി പറയാൻ തെറ്റല്ല. അതിനെ ഇപ്പൊ പകർത്തണമെന്ന് പറയുന്നതിൽ മാത്രമേ ഉള്ളൂ അഭിപ്രായ വ്യത്യാസം. പകർത്താൻ പറ്റില്ല. ഇവരെത്ര പകർത്താൻ പറഞ്ഞാൽ ആളുകൾ പകർത്തില്ല, അവർക്ക് പറ്റില്ല. അപ്രായോഗികമെന്ന് പറയുന്നത് കൊണ്ടാണ്. ഒന്നും യുദ്ധം ചെയ്യാൻ പറ്റുമോ? പകർത്താൻ പറ്റുമോ? ആട്ടി ഓടിക്കും ആളുകൾ, തല്ലിക്കൊല്ലുവാണ്, തൂക്കിക്കൊല്ലുവാണ്. അപ്പം വിലക്കുന്ന തടസ്സം ഈ 2 സമുദ്രജലത്തിൽ ഇല്ല. 2 സമുദ്രജലമുണ്ടോ? ഇല്ല. ഫങ്ഷണലി സ്പീക്കിംഗ്, however, there is only one ocean. ഒരു കടലേ ഉള്ളൂ. Since every ocean is connected to others. മറ്റുള്ളവയുമായി കണക്ഷൻ ഉള്ളതാണ് ലോകത്തെ എല്ലാ സമുദ്രങ്ങളും. എങ്കിൽ ഒരു സമുദ്രമാണുള്ളത്, പിന്നെ ഇങ്ങനെ 2 സമുദ്രമാകും? ഖുർആൻ അറിയില്ല. ഖുർആന്റെ പരിമിതിയായി കണ്ടുകൊണ്ട് തന്നെ ഇതൊന്നും വായിച്ചിട്ട് ഈ 2 സമുദ്രമുണ്ടെന്നും അതിൽ ഉപ്പ് വെള്ളമുണ്ടെന്നും ശുചീകരിക്കാത്ത രീതിയിൽ അത് മറയുമല്ല. വിശ്വാസത്തിന്റെ ഭാഗമേ അല്ലത്. അബ്ദുൽ ജബ്ബാർ അല്ലെങ്കിൽ അഹമ്മദ് കബീർ എങ്ങനെ വിശ്വസിക്കുന്നു? ജമീലയുടെയും ഹമീദിന്റെയും മകനായി ജനിച്ചതുകൊണ്ട്, മദ്രസയിൽ പോയി ഇത്തരം കാര്യങ്ങൾ പഠിച്ചതുകൊണ്ട്, ഇതിലുപരി ചിന്തിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്, കഴിവില്ലാത്തതുകൊണ്ടെന്ന് ഞാൻ പറയില്ല, ആവശ്യമില്ലാത്തതുകൊണ്ട്. ഇപ്പൊ അറബി ഞാൻ എന്തിനാ പഠിക്കുന്നത്? അറബി എനിക്ക് എന്ത് തമ്മിൽ ബന്ധം? എനിക്ക് എന്ത് ആവശ്യത്തിന് അറബി പഠിക്കണം? ഒരു വിശ്വാസിക്കും ഇതേ. അവന് യാസീൻ ഓതാനും ഫാത്തിഹ ഓതാനും എന്നൊക്കെ വായിക്കാനൊക്കെ കുറേയൊക്കെ ഈ എത്രയോ സിനിമാ ഗാനങ്ങൾ നമുക്ക് കാണാൻ പാടമാണ്. എത്രയോ സിനിമാ ഗാനങ്ങൾ നമ്മൾ കുളിമുറിയിൽ ചെന്ന് പാടുമല്ലോ. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അർത്ഥമറിയാതെ ഈ സിനിമാ പാട്ടിൻ്റെയൊക്കെ അർത്ഥം ഗ്രഹിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. അതിൻ്റെ അർത്ഥത്തിൽ മുങ്ങിത്താണ് വിഭാവന ചെയ്ത് എന്നെ അതിൽ പ്രതിഷ്ഠിച്ച് എൻ്റെ സങ്കല്പ കാമുകിയുമായിട്ട് അങ്ങനെ ഉല്ലാസത്തിൽ ഉല്ലസിക്കാൻ എനിക്ക് ഭയങ്കര പെരുത്ത് രസമാണ്. 5 പൈസയുടെ ചെലവില്ലാത്ത ഒരു മാനസിക എന്താ പറയുക പ്രക്രിയ. അതുപോലെ ഇത് ഓതി തൃപ്തിപ്പെടുന്നവർ എൻ്റെ ഈ മാനസികാവസ്ഥയിലാണ്. ഒരു വിശ്വാസിയോടും അവൻ വിശ്വാസിയായതിൻ്റെ പേരിൽ നീരസം പ്രകടിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നമ്മുടെ നീരസമൊക്കെ ഈ വൃത്തികെട്ടവന്മാരായ പുരോഹിത വർഗത്തോടാണ്. അതിലും ഡീസൻസ് ആയ ആളുണ്ടെന്നേ. അതായത് പാളയത്തിരുന്ന് പിന്നീട് വലിയ പള്ളിയിൽ ഖത്തീബായ വന്നൊരാൾ, പേര് പറയുന്നില്ല, അദ്ദേഹത്തോട് ഞാനുമായി സംവദിക്കാനായി എൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ കണ്ട് നിർബന്ധിച്ചു. അദ്ദേഹം പറഞ്ഞ വാക്ക് 10-20 വർഷങ്ങൾക്ക് മുമ്പാണ്. വളരെ സുന്ദരമായൊരു വാക്ക് പറഞ്ഞു അദ്ദേഹത്തോട് എനിക്ക് ബഹുമാനമുണ്ട്. എങ്ങനെ? യുക്തി കൊണ്ട് വിശ്വാസത്തെ അളക്കാൻ പറ്റില്ല. എങ്ങനെ? യുക്തി കൊണ്ട് വിശ്വാസത്തെ അളക്കാൻ പറ്റില്ല. എത്ര സംശുദ്ധവും ആത്മാർത്ഥവുമായ വന്നവർക്ക് നീരസം തോന്നി. ആ നീരസമൊന്നും അവർ എന്നോട് പ്രകടിപ്പിച്ചില്ലെന്നേ. അവർ പിന്നീട് വിശ്വാസം വെടിഞ്ഞതുമില്ല. അയാളും ഞാനും സംവാദം നടത്താൻ അയാൾ പിന്മാറിയപ്പോൾ അവരുടെ വിശ്വാസത്തിന് യാതൊരു കോട്ടവും ഉണ്ടായില്ലെന്നേ. വിശ്വാസം അങ്ങനെയാണ്. വിശ്വാസം അറിയാതെ വിശ്വസിക്കലാണ് എടുത്ത കഥ. സൂറത്തുൽ ബഖറയിൽ പറയുന്നത് മറഞ്ഞിരിക്കുന്നതിനെ വിശ്വസിക്കുന്നവനാണ് വിശ്വാസി.
അങ്ങനെ വിശ്വസിച്ചോട്ടെ. അങ്ങനെ പറയുമ്പോൾ രണ്ട് കടലില്ല, അതിനെ മറയ്ക്കുന്നു. പിന്നെ എക്സ്റ്റൂരിയം ഒരു രീതി, അതായത് വെള്ളത്തിൽ, ഉപ്പുവെള്ളത്തിൽ ശുദ്ധജലം ഒഴുകിയെത്തുമ്പോൾ രണ്ട് രീതിയിൽ അത് വേറിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ കണ്ടുകൊണ്ട്, കടലിൽ കണ്ടുകൊണ്ട് തെറ്റിദ്ധരിച്ചതാണ്. ഇനി നമുക്ക് അടുത്ത അധ്യായത്തിൽ എന്തിനാണ് വാൾട്ടർ മങ്കിനെ കുറിച്ച് പറയുമ്പോൾ, നമ്മൾ ഈ കീത്തുമോർ എന്ന ദുഷ്ടൻ കാച്ചു വാങ്ങി ഭ്രൂണത്തെ കൊണ്ട് അള്ളാഹുവിന്റെ ഗർഭത്തിൽ സന്നിവേശിപ്പിച്ച പരമ അബദ്ധം പിടിച്ചവൻ, അയാള് കാശ് വാങ്ങിച്ചത് പോയി വാൾട്ടർ മങ്കൊന്നും കാശുമായിട്ട് ചെന്നാൽ മതി. വാൾട്ടർ മങ്ക് മരിച്ചു കഴിഞ്ഞ വർഷം. ചെന്നാൽ മതി, അങ്ങോട്ട് കാത്തു നിൽക്കുകയാണ് ഇവരുടെയൊക്കെ കാശ് വാങ്ങിച്ച് കള്ളത്തരം പറയാൻ വേണ്ടി. എല്ലാവരും അങ്ങനെയാണോ? നിങ്ങൾ ജീവിക്കാൻ വേണ്ടി കള്ളം, ചതി, വഞ്ചന ഇതൊക്കെയായിട്ട് സമുദായത്തെ തന്നെ ആരിൽ നിന്ന് കാശ് കിട്ടുന്നു അവരെ തന്നെ വഞ്ചിക്കുന്നു. ഇനി MIT, നാസ, മരിയാന ട്രഞ്ച്, ജെയിംസ് കാമറോൺ, ചാലഞ്ചർ ഡീപ്, എന്തിനാ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞത്? ഈ 24-40 എവിടെയാണ് ഇതിന്റെ പ്രസക്തിയുള്ളത്? എന്ത് സാങ്കത്യമാണ് അക്ബറെ വാൾട്ടർ മങ്കിനും നാസയ്ക്കും മരിയാന ട്രഞ്ചിനും ഉള്ളത് ഈ വർത്തമാന 24 ബന്ധപ്പെടുത്തിക്കൊണ്ട്? ഇങ്ങനെ നാണം കെടാൻ നാണമില്ലേ? ഇനി ഇദാ അഹ്റജിയദഹു ലം യഖദ് യറാഹ വമൻ ലം യജ്ഹലി, ഇത് ബാക്കി അടുത്ത അധ്യായത്തിൽ ഇദ്ദേഹം എടുത്തു വെള്ളപൂശി കീറി കളഞ്ഞ 24-40 ബാക്കി വചനങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്കെങ്ങനെ പറഞ്ഞു പോകാന്നേ, ചോദിച്ചു പോവാം അല്ലേ? അക്ബർ ഒരു ഇന്റർവ്യൂ നടത്തി, കുറെ പിള്ളേരെ എത്തി. പിള്ളേര് നമ്മൾ ചോദ്യങ്ങളൊക്കെ അക്ബറിന്റെ സംശയരൂപേണ ചോദിക്കുന്നു. നാടകമാണ്, പിള്ളേര് ചോദിച്ചതുമല്ല, എഴുതി ചോദിപ്പിച്ചതാണ്. പോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ചോദ്യം അവിടെ കിടക്കും. അക്ബറിന്റെ വഴിയേ പോകും. അഞ്ഞാഴി പയറുമായിട്ട് അക്ബർ വേറെ വഴിയിൽ. ആ ഇന്റർവ്യൂ ഞാനിങ്ങ് എടുക്കുകയാണ്, തൃശ്ശൂർ എടുത്തതുപോലെ ഞാനിങ്ങ് എടുക്കുകയാണ്. അടുത്ത 1-2 അധ്യായം കഴിഞ്ഞിട്ട് ആ ഡ്രപ്പീസ് കളിയുടെ ആ കരണം മറച്ചിലിന്റെ ഇന്റർവ്യൂ, അതിലെ ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ ചില വാക്കുകൾ ഞാൻ ഈ ഗീത്ത് പറഞ്ഞയൊക്കെ പറഞ്ഞത് തെറ്റിപ്പോയി എന്നുള്ള ഒരു ധാരണ കൊണ്ട് അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല എന്നുള്ള വിവേകപൂർണമായ അറിവ് കൊണ്ട് അതിൽ സോറി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അധ്യായം അവസാനിപ്പിക്കുകയാണ്. അടുത്ത അധ്യായത്തിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.